നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം മലയാള സിനിമയുടെ ഗതിയെക്കുറിച്ച് നമ്മൾക്ക് ചില ചിന്തകൾ നൽകുന്ന ഒന്നാണ്. നിങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം. പിന്നെ എന്നെ പൊങ്കാല ഇടാൻ വരുന്നവർ ഇട്ടോളൂ, കുഴപ്പമില്ല. നമുക്ക് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഒരുപാട് താമസിച്ചു പോകും. ഞാൻ പറയാൻ പോകുന്നത് മോഹൻലാൽ, മമ്മൂട്ടി. മലയാള സിനിമയുടെ ഇതിഹാസ തുല്യരായ ഈ രണ്ട് വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ കുറച്ച് വേദനാജനകമായ ഒരു ചോദ്യമായി ചിലർക്കെങ്കിലും തോന്നാമെങ്കിലും ഈ ചോദ്യം ഇന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കും ചോദിക്കണമെന്ന് ആഗ്രഹം കാണും, പക്ഷേ അതിനുള്ള ഒരു സമയം അല്ലെങ്കിൽ അതിനുള്ള ഒരു വേദി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കാലം കഴിഞ്ഞോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖമുദ്രയായിരുന്നു ഈ രണ്ടു പേരുകൾ. അവരുടെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു ഒരു സിനിമയെ തിയേറ്ററുകളിൽ വിജയക്കൊടി പാറിക്കാനായിട്ട്. അവരുടെ അഭിനയം, ശൈലി, കഥാപാത്രങ്ങൾ ഇതെല്ലാം മലയാളിയുടെ മനസ്സിൽ അത്രയേറെ ആഴത്തിൽ പതിഞ്ഞവയാണ്. ഒരു തലമുറ അവരുടെ സിനിമകൾ കണ്ടു വളർന്നു, ആസ്വദിച്ചു, ആഘോഷിച്ചു. എന്നാൽ കാലം മാറുന്നതനുസരിച്ച് സിനിമയും മാറുകയാണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം എത്ര സിനിമകളാണ് ഇന്ത്യയിൽ ഇറങ്ങുന്നത്? അത് തന്നെ നോക്കിയാൽ മനസ്സിലാകാവുന്നതാണ്. അത് മലയാളത്തിൽ എത്ര സിനിമകളാണ് ആഴ്ചയിൽ ഇറങ്ങുന്നത്? കാലം മാറുന്നതനുസരിച്ച് പുതിയ സിനിമകൾ വരുന്നു, സിനിമയും മാറുകയാണ്. പുതിയ ചിന്തകൾ വരുന്നുണ്ട്, പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നുണ്ട്. അതിനൊപ്പം പുതിയ നടന്മാരും വരുന്നുണ്ട്. ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള നടന്മാരും നടികളുമൊക്കെയാണ് വരുന്നത്. ഇന്ന് മലയാള സിനിമയുടെ ഭാവം ആകെ മാറിയിരിക്കുകയാണ്. റിയലിസ്റ്റിക് സിനിമകൾക്ക് പ്രാധാന്യം കൂടി വരികയാണ്. ചെറുപ്പക്കാരായ സംവിധായകർ വരുന്നു, തിരക്കഥാകൃത്തുകൾ വരുന്നു, അഭിനേതാക്കൾ വരുന്നു. ഇവർ ഒരു പുതിയ ഭാവം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ എൻ്റെ ചോദ്യം വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നത്. ഈ മാറ്റങ്ങളോട് ചേർന്ന് പോകാൻ, ഈ പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ നമ്മളുടെ ഈ മഹാപ്രതിഭകൾക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട്? ഒരു കാലത്ത് അവർക്ക് ലഭിച്ചിരുന്ന പ്രേക്ഷക സ്വീകാര്യതയുണ്ടല്ലോ, പ്രത്യേകിച്ച് യുവതലമുറയിൽ നിന്ന് ഇന്നും അവർക്ക് അതേപോലെ ലഭിക്കുന്നുണ്ടോ? മോഹൻലാലിൻ്റെ സമീപകാല സിനിമകൾ നമുക്ക് മുന്നിലുണ്ട്. ആറാട്ട്, മോൺസ്റ്റർ, എലോൺ, നേര് ഇവയെല്ലാം വലിയ പ്രതീക്ഷകളോടെ വന്ന സിനിമകളാണ്. എന്നാൽ ഈ സിനിമകളിൽ എത്ര എണ്ണം പ്രേക്ഷകരെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തി? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതൊക്കെ? അത് ടി വിയിൽ വരുമ്പോഴെങ്കിലും നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പഴയ മോഹൻലാലിനെ കാണാൻ കൊതിക്കുന്ന പ്രേക്ഷകർക്ക് പലപ്പോഴും നിരാശപ്പെടേണ്ടി വരുന്നുണ്ടോ? കഥാപാത്ര തിരഞ്ഞെടുപ്പുകളിലെ പാളിച്ചകൾ, ആവർത്തന വിരസത, എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്നറിയാത്ത ചില സിനിമകൾ, ഇവയെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു അകലം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ കാര്യവും ഏറെക്കുറെ സമാനം തന്നെയാണ്. ക്രിസ്റ്റഫർ, കാതൽ ദ കോർ, ഭ്രമയുഗം പോലുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെ അഭിനയ പാടവം ഇന്ന് നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമകളുടെ മുടക്കുമുതലൊക്കെ എത്രയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. വലിയ ബഡ്ജറ്റിൽ വരുന്ന പല സിനിമകളും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നില്ല. പുതിയ തലമുറയിലെ നടന്മാർ താരതമ്യേന ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമകൾ പോലും വലിയ വിജയങ്ങൾ നേടുകയും പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതും ഒരു ചോദ്യമാണിവിടെ. നിങ്ങൾക്കും തോന്നുന്നുണ്ടാവാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. മാറ്റം എന്നത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഒരു നദി ഒഴുകുന്നത് പോലെയാണ് കലയും. അത് പുതിയ വഴികളിലൂടെ ഒഴുകി മുന്നോട്ട് പോകണം. പഴയ വഴികളിൽ തന്നെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് ആ ഒഴുക്കിനെ തന്നെ ഇല്ലാതാക്കും. പുതിയ തലമുറയിലെ നടന്മാർക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളെയും പുതിയ കാലഘട്ടത്തിന് ചേർന്ന സിനിമകളെയും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? ഒരുപാട് നടന്മാരെ നമ്മളെ അറിയാം. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരുപാട് നടന്മാരുണ്ട്. തൻ്റെ കഴിവുകൾ നന്നായിട്ട് അത് ഉപയോഗിച്ച്
ജനഹൃദയങ്ങളിൽ ഇടം നേടിയവർ അല്ലേ? നമ്മളൊക്കെ അവരെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. പുതിയ നടന്മാർ ഫഹദ് ഫാസിൽ, നിവിൻ പോളി, ടൊവിനോ തോമസ്, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, ഇവർക്കെല്ലാം അവരുടേതായ ഒരു പ്രേക്ഷക വൃന്ദമുണ്ട്, ഫാൻസ് ഉണ്ട്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് ഒരു കുറവുമില്ല. അതെന്നും മലയാള സിനിമയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടും. എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഇന്നും ഒരു പുതിയ കാലഘട്ടത്തിൽ പ്രസക്തി നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവാം. ഒരുപക്ഷേ അവർക്ക് വിശ്രമിക്കാനുള്ള സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കുകയും ഒരു മെൻറ്റർ എന്ന നിലയിൽ അവരുടെ അനുഭവ സമ്പത്ത് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു റോൾ ആയിരിക്കും ഇന്ന് അവർക്ക് കൂടുതൽ ഉചിതം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒരു യുഗം അവസാനിക്കുകയാണ്. സിനിമയുടെ മാറുന്ന കാഴ്ചപ്പാടുകൾക്കൊപ്പം സഞ്ചരിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു വിമർശനമായി കാണരുത്, മറിച്ച് കാലം മാറുന്നതനുസരിച്ച് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാത്രം ഇതിനെ കണ്ടാൽ മതി. മലയാള സിനിമയ്ക്ക് പുതിയ കഥകളെയും പുതിയ കഥാപാത്രങ്ങളെയും പുതിയ താരങ്ങളെയുമാണ് ആവശ്യം. പ്രായവും ശാരീരിക മാറ്റങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളെങ്കിലും അതൊന്ന് ഓർക്കേണ്ടതാണ്. നമ്മൾ പ്രായമാകും, മുടി കൊഴിയും, കഷണ്ടിയാകും, ശരീരം ചുളിയും. ഇതൊക്കെ അന്നേരവും നമ്മൾ കോളേജ് കുമാരനായിട്ടൊക്കെ അഭിനയിക്കാൻ പോയാലുള്ള അവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു സത്യമാണ്. പ്രായം കൂടുമ്പോൾ ശാരീരികമായ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. പഴയതുപോലെ ആക്ഷൻ രംഗങ്ങളിലും ചില കഥാപാത്രങ്ങളിലും അവർക്ക് തിളങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് അവരുടെ കഴിവിനെക്കുറിച്ചുള്ള ചോദ്യമല്ല, മറിച്ച് പ്രകൃതിപരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് അവർക്ക് അനുയോജ്യമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മോഹൻലാലും മമ്മൂട്ടിയും മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വലുതാണ്, വളരെ വലുതാണ്. അവർക്ക് ഇന്നും വലിയ ഒരു ഫാൻസ് ഉണ്ട്, ആരാധകരുണ്ട്. എന്നാൽ സിനിമ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ അഭിനയം നിർത്തണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് പ്രധാന വേഷങ്ങളിൽ നിന്ന് മാറി കഥയ്ക്ക് പ്രാധാന്യമുള്ള തങ്ങളുടെ പ്രായത്തിനും അനുഭവ സമ്പത്തിനും ചേരുന്ന കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കണം. പുതിയ താരങ്ങൾ വരട്ടെന്നേ, പുതിയ ആശയങ്ങൾ വരട്ടെ. അങ്ങനെ മലയാള സിനിമ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ. അതിന് നമ്മളുടെ സൂപ്പർ താരങ്ങളും സഹകരിക്കേണ്ടതുണ്ട്. ഇത് മോഹൻലാൽ മമ്മൂട്ടി യുഗത്തിൻ്റെ അവസാനമല്ല, മറിച്ച് ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭമാണെന്ന് നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.